പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ ഭക്തർക്ക് ശാന്തിയും ആശ്വാസവും ഏകിക്കൊണ്ട് നിലകൊള്ളുന്ന പുണ്യസങ്കേതമാണ് കൈലാസം ശ്രീ ശക്തി ഗണപതി ക്ഷേത്രം. വിഘ്നവിനാശകനായ ഗണപതി ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായി വാഴുന്നു. ആയിരവില്ലി ഇവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠയാണ്. പ്രകൃതി മനോഹരമായ ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ തട്ടത്തുമല കൈലാസം കുന്നെന്ന പ്രദേശത്താണ്. ഈ ക്ഷേത്രത്തിന്റെ ആരംഭവും ചരിത്രവും പറയുകയാണെങ്കിൽ, വിശാലമായ ഈ പ്രദേശം പൗരാണിക കാലം മുതൽ കിളിമാനൂർ കൊട്ടാരത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണ്. കിളിമാനൂർ കൊട്ടാരത്തിലെ KK വർമ്മ തമ്പുരാൻ ഏകദേശം 1960 ഈ സ്ഥലം സന്ദർശിക്കുകയും വളരെ ആത്മീയമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് ഗണപതിയുടെ ഉപാസകൻ കൂടിയായ തമ്പുരാൻ ഇവിടെ കുറെ സമയം ധ്യാനത്തിൽ ഇരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ചിത്രം ഈ പ്രദേശം വാമനന്റെ ജീവസമാധി നിലനിൽക്കുന്ന പ്രദേശമാണെന്നും ഇവിടെ ആരംഭിക്കുന്ന ഏതൊരു കർമ്മവും വളരെ പ്രസിദ്ധമായി തീരുമെന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ ഉപാസനമൂർത്തിയായ ഗണപതിയുടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ അവസ്ഥയിൽ ഒരു തമിഴ് മാതൃകയിലുള്ള പ്രാർത്ഥനാലയമാണ് അദ്ദേഹം നിർമ്മിച്ചത്. പഴയ ക്ഷേത്രം ജീർണാവസ്ഥയിലായ സമയത്ത് 2013 പുതിയ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചു. പ്രസിദ്ധമായ ജ്യോതിഷന്മാരെ പങ്കെടുപ്പിച്ച് ദേവപ്രശ്നം നടത്തി കൃത്യമായ ഒരു ദേവഹിതം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള ഒരു ഉപാസനാക്രമവും ക്ഷേത്ര മാതൃകയും നിശ്ചയിച്ചു. ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച് 2013 തന്നെ പണി തീർത്ത് പ്രതിഷ്ഠയും നടത്തി. ഈ ക്ഷേത്രം തമ്പുരാൻ ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടത്തെ പരിസരവാസികള് ആയിരവല്ലി എന്ന സങ്കല്പത്തിലാണ് വിളക്ക് കത്തിച്ച് ആരാധിച്ചു പോകുന്നത്. ദേവപ്രശ്നം നടത്തിയ സമയത്ത് കൂടുതൽ പ്രബലമായ ആയിരവല്ലിയുടെ ചൈതന്യമാണ് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ തുല്യ പ്രാധാന്യത്തിലുള്ള പ്രതിഷ്ഠാ കോവിലുകൾ പണിത് പ്രതിഷ്ഠയും നടത്തി. കുംഭമാസത്തിലെ ഉത്രട്ടാതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുക. ഇവിടെ വരുന്നവർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന അന്തരീക്ഷമാണ്. പ്രദേശത്തിന് അനുസൃതമായി തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.